ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചാള തിളപ്പിച്ചാലോ? ഇന്ന് ചാളയാണ് ട്ടോ കിട്ടിയത്. അപ്പോൾ ദേ എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിക്കാനൊക്കെ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് ഇത്തിരി പുളിയും കുടംപുളിയാണ് ട്ടോ ഇട്ടത്. ഒരു 2 കഷ്ണം കുഞ്ഞി പുളിയും ഇട്ട് എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇവിടെ തിളപ്പിച്ചത് എല്ലാവർക്കും ചീയക്കും തീയക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വറുക്കണ അതിനേക്കാളും ഇഷ്ടമാണ്. വറുത്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് കൂട്ടിക്കോളും. അപ്പോൾ ദേ നല്ലോണം മൂത്ത് വന്നപ്പോഴേക്കും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലെ നമ്മൾ ചതച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് എടുത്തത് അതും കൂടി അതിലേക്ക് ഒഴിച്ചു. അതിലുള്ള ഉള്ളിയൊക്കെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അതിൽ വെള്ളം എടുത്തത്. അങ്ങോട്ട് അത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ചാളയൊക്കെ വരഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ടു. അല്ലുവിന് ചാളക്കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചാള എന്നാലും എരിവാണെങ്കിലും അവൾ ചാള ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് വറുക്കാനെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പുരട്ടി അതും അങ്ങോട്ട് വറുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ ഒരെണ്ണം റെഡി ആകുമ്പോഴേക്കും അടുത്തതും അതിനുള്ളതൊക്കെ ആവുമല്ലോ. അപ്പോൾ അത് അങ്ങനെ വറുക്കാനായിട്ട് ഞാൻ പുരട്ടി വെച്ചാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അത് വെച്ച് കഴിഞ്ഞപ്പോൾ അതേ കറി ശരിയായി. അപ്പോഴേക്കും വറുത്തതും ഒക്കെ റെഡിയായി കേട്ടോ.